ഹലോ, വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു PSC എക്സാമിനാണെങ്കിലും നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യലും സയൻസും പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ സയൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രകാശ വിസ്മയങ്ങൾ എന്നാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിൽ നമുക്ക് ദർപ്പണങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, പ്രകാശത്തിൻ്റെ പ്രതിപതനം, ലെൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫിസിക്സിൽ വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. പ്രീവിയസ് ഇയർ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് പ്രതിപതനം എന്താണെന്നുള്ളതാണ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. അതായത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനാണ് നമ്മൾ പ്രതിപതനം എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ക്രമപ്രതിപതനമുണ്ട്, അതേപോലെ വിസരിത പ്രതിപതനമുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്രമപ്രതിപതനം നോക്കാം. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. അപ്പോൾ ആ ഒരു ഇമേജിൽ കൊടുത്തിട്ടില്ലേ, അതേപോലെ തന്നെ പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ച് പ്രതിപദിക്കുന്നത് ക്രമമായി പ്രതിപദിക്കുന്നതിനാണ് നമ്മൾ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് നമ്മൾ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടികളൊക്കെ. ഇനി അടുത്ത വിസരിത പ്രതിപതനം എന്ന് വെച്ചാൽ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. അതായത് ഇപ്പോൾ മിനുസമില്ലാത്ത പ്രതലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെയാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ അത് ക്രമരഹിതമായിട്ടാണ് പ്രതിപദിക്കുന്നുണ്ടാവാം. അതിനെ നമ്മൾ വിസരിത പ്രതിപതനം എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഈ കാർഡ്ബോർഡ്, പിന്നെ ഓട്, തുണി, അങ്ങനത്തെ പ്രകാശം പതിക്കുന്ന പ്രതലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? വിസരിത പ്രതിപതനമായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നത്, പ്ലെയിൻ മിറർ. ഇനി പ്രകാശം പ്രതിപദിക്കുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദർപ്പണം നമ്മൾ വെക്കുക, എന്നിട്ട് അതിലേക്ക് ടോർച്ച് ഓണാക്കി ലൈറ്റ് അടിക്കുക. അപ്പോൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് കാണാൻ പറ്റും പ്രകാശം ആ ഒരു ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന ഒരു പാത നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയാണ് നമ്മൾ പതനകിരണം അഥവാ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഇനി ഈ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ നമ്മൾ പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനകിരണം എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്നും പറയും. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു. ഇതിനെ ലംബം എന്ന് പറയുന്നു. നിങ്ങൾ ആ ഇമേജിൽ കണ്ടില്ലേ, ആ ഒരു സമതല ദർപ്പണമാണ്. അതിൽ പതന കിരണവും ഉണ്ട്, അതേപോലെ പ്രതിപതന കിരണവും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യാണ്, ഒരു ലംബം വരച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ലംബം എന്ന് പറയുന്നു. ഈ പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ നമ്മൾ പതന കോൺ എന്ന് പറയുന്നു. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോണ്. അതേപോലെ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ പ്രതിപതന കോൺ എന്നും പറയും. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ആ ഒരു ഇമേജിലുണ്ട്, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് പാർശ്വിക വിപര്യം എന്താണെന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇപ്പം വലത് കൈ നമ്മൾ ഉയർത്തുകയെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ടൈമിൽ ആ പ്രതിബിംബത്തിൻ്റെ ഇടത്തെ കൈ ഉയർത്തിയതായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നമ്മുടെ വലത് കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ പ്രതിബിംബത്തിൽ കാണുമ്പം ഇടത് കൈ കൊണ്ട് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക, അല്ലേ? ആ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ടായിരിക്കും നമുക്ക് കണ്ണാടിയിൽ നോക്കുന്ന ടൈമിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന ടൈമിൽ നമ്മുടെ വലതുഭാഗം ഇടതുഭാഗമായിട്ടും ഇടതുഭാഗം വലതുഭാഗമായിട്ടും കാണുന്ന ആ ഒരു പ്രക്രിയ, പ്രതിബിംബവും ഒറിജിനലും തമ്മിലുള്ള ആ ഒരു അങ്ങനെ നമുക്ക് തോന്നുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വസ്തുവിൻ്റെ വലുപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇതൊക്കെയാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും ആ ഒരു പ്രതിബിംബത്തിനും ഉണ്ടായിരിക്കാം. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. പാർശ്വിക വിപര്യമാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഇനി ആറന്മുള കണ്ണാടി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകതരം ലോഹക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം നമുക്ക് ആറന്മുള കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും.
ഇനി നമുക്ക് ഗോളീയ ദർപ്പണങ്ങളെ പഠിക്കാനുണ്ട്. ഫസ്റ്റത്തത് സമതല ദർപ്പണം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രതിപദിക്കുന്ന പ്രതലം എങ്ങനെയായിരിക്കും? നിരപ്പായതായിരിക്കും സമതല ദർപ്പണത്തിൽ. ഇനി കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതായിരിക്കും. പുറത്തേക്ക് വളഞ്ഞതിനാണ് നമ്മൾ കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് മാറിപ്പോവാനും ചാൻസ് ഉള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഒരുപാട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിക്കുന്നതാണ്. ഇത് നമ്മൾ ബേസിക്കായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. കോൺവെക്സ് ലെൻസ് ഏതാണ്, കോൺകേവ് ലെൻസ് ഏതാണെന്നുള്ളത് ആ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ബാക്കി ഫാക്ടേഴ്സൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാം. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ് കോൺവെക്സ്. കോൺകേവ് ആണെങ്കിൽ പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതായിരിക്കും. അതായത് ഒരു കേവ് ഒക്കെ ആലോചിച്ചാൽ മതി. കോൺകേവ് ദർപ്പണമാണെങ്കിൽ പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതായിരിക്കും. പുറത്തേക്ക് തള്ളിയത് കോൺവെക്സും ഉള്ളിലേക്ക് വളഞ്ഞത് കോൺകേവ് ദർപ്പണവും ആയിരിക്കും. ഇനി ഇതിന് ഈ ഒരു ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയാനുള്ള കാരണം ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ആ ഒരു ഇമേജിൽ കൊടുത്തതുണ്ടല്ലോ, ഒരു ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആർക്കിമിഡീസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പുരാതന ഗ്രീസിലെ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ആർക്കിമിഡീസ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം BC 287 മുതൽ 212 വരെ ആയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിനു പുറമെ ഊർജ്ജതന്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ അതുല്യമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. BC 214 മുതൽ 212 കാലത്ത് റോമൻ സൈന്യം തൻ്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കിമിഡീസ് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ കരിച്ചു കളഞ്ഞു അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആർക്കിമിഡീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രതിബിംബ രൂപീകരണം നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്നും ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്നും പറയുന്നു. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തിന് നമ്മൾ എന്താ പറയും? യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജ് എന്ന് പറയും. ഇനി ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെയാണ് നമ്മൾ മിഥ്യാ പ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പറ്റും? കോൺകേവ് ദർപ്പണം, കോൺകേവ് മിറേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ ദർപ്പണങ്ങളും അതിൻ്റെ ഉപയോഗവും പ്രത്യേകതയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എന്തായാലും പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കോൺവെക്സ് ദർപ്പണം. എന്താണ് അതിൻ്റെ ഉപയോഗം? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം. അതായത് നമ്മൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണെന്നുള്ളത് കോൺവെക്സ് ആണ്. അതിൻ്റെ ആൻസർ പഠിച്ചു വയ്ക്കണേ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാഹനങ്ങളിൽ ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഇനി കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്റ്റർ, ഇതൊക്കെ എന്താണ്? നമ്മൾ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, അതേപോലെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിക്കാനുള്ള കഴിവ്. അപ്പം കോൺകേവ് ദർപ്പണം നമ്മൾ ഉപയോഗിക്കുന്നത് എവിടേക്കാണ്? ഷേവിംഗ് മിററിലും ടോർച്ചിലെ റിഫ്ലക്റ്ററിലും. വേറെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, ടെക്സ്റ്റിൽ കൊടുത്തത് ഞാൻ പറഞ്ഞതാണ്. ഇനി സമതല ദർപ്പണമാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മുഖം നോക്കാൻ, പിന്നെ കാലഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന്. പ്രത്യേകത വസ്തുവിന് സമാനമായ പ്രതിബിംബമായിരിക്കും, ആവർത്തന പ്രതിപദനവും നടക്കുന്നുണ്ട്. ഇതെന്തായാലും പഠിച്ചു വെക്കണേ, ഓരോ ദർപ്പണവും അതിൻ്റെ ഉപയോഗവും പ്രത്യേകതകളും. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ അപവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ അപവർത്തനം എന്ന് വെച്ചാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിൻ്റെയും കാര്യം തന്നെയാണ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് ആ ഫസ്റ്റത്തെ ഇമേജിൽ കാണുന്നത് പോലെ വക്കുകളിൽ കനം കുറഞ്ഞിട്ടും മധ്യത്തിൽ കനം കൂടിയിട്ടുള്ളത്. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിലോ വക്കുകളിൽ കനം കൂടിയിട്ടും മധ്യത്തിൽ കനം കുറഞ്ഞിട്ടും ഇരിക്കുന്നതിനാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയും ചോദിക്കട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയായിരുന്നു? പ്രതിപതന കോണ് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതിനെ നമ്മൾ കോൺകേവ് ലെൻസ് എന്നും പുറത്തേക്ക് തള്ളിയിരിക്കുന്നതിനെ കോൺവെക്സ് ലെൻസ് എന്നും പറയുന്നതായിരുന്നു. ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ ഒരു കനത്തിനെ ബേസ് ചെയ്തിട്ടാണ്. വക്കുകളിൽ കനം കുറഞ്ഞിട്ടും മദ്യം കനം കൂടിയതും ഏതാണ്? കോൺവെക്സ് ആണ്. മദ്യം കനം കുറഞ്ഞിട്ടും വക്കുകളിൽ കനം കൂടിയിട്ടും ഉള്ളത് കോൺകേവ് ലെൻസുമാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണേ.
ഇനി ഇവയുടെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. എന്നാൽ കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയുമാണ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ അകറ്റുകയാണ് ചെയ്യുന്നത്. ഈ ലെൻസുകളുടെ ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാഴ്ച വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ നാം പലതരം കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട്. ഇവയിൽ വിവിധ ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ നാം ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാറില്ലേ? ഇതൊരു കോൺവെക്സ് ലെൻസാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണേ. എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ്? ഹാൻഡ് ലെൻസിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസാണ്. അതേപോലെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇനി സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ? വിബ്ജിയോർ ഉണ്ട്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ഈ വർണ്ണങ്ങൾ. പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് പ്രകീർണനം? നമ്മുടെ സൂര്യപ്രകാശം എന്താണ്? ധവളപ്രകാശമാണ്. അപ്പം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം നടക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കിതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് പഠിക്കാം. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.